നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആഫ്രിക്കൻ മല്ലിയയാണ്. നമ്മുടെ നാട്ടിൽ മല്ലിയില എന്നതുപോലെ കരീബിയക്കാർ ഭക്ഷണത്തിൽ ധാരാളമായി ഉപയോഗിച്ചു വരുന്നൊരു മസാലയാണ് ആഫ്രിക്കൻ മല്ലി. എറിഞ്ചിയം ഫീറ്റിഡം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ആഫ്രിക്കൻ മല്ലി അപ്പിയേസിയ കുടുംബത്തിൽപ്പെടുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ നാമം തന്നെ സൂചിപ്പിക്കുന്നത് ഫൗൾ സ്മെല്ലിംഗ് അഥവാ ദുർഗന്ധമുള്ളത് എന്നാണ്. ഏകദേശം 15 മുതൽ 45 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഒരു ചെറു സസ്യമാണ് ആഫ്രിക്കൻ മല്ലി. ഇത് ഏകവർഷിയായോ ദ്വിവർഷിയായോ കാണപ്പെടുന്നു. കൂട്ടമായാണ് ഇതിൻ്റെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ദീർഘവൃത്താകൃതിയിൽ നല്ല നീളമുള്ള ഇലകളുടെ മുകൾ ഭാഗം കടും പച്ചനിറത്തിലും താഴ്ഭാഗം ഇളം പച്ചനിറത്തിലുമാണ്. ഇലകളുടെ 2 അരികുകളും ഡെൻഡേറ്റ് ആകൃതിയിൽ ചെറു മുള്ളുകൾ പോലെ കാണപ്പെടുന്നു. മല്ലിയിലയുടേതുപോലുള്ള തീക്ഷ്ണഗന്ധം തന്നെയാണ് ഈ സസ്യത്തിനും ഉള്ളത്. ശാഖാഗ്രത്തിൽ കാണപ്പെടുന്ന പൂവുകൾക്ക് വെള്ള നിറമാണ്. ഏകദേശം 2 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള പൂവുകൾക്ക് ഇലയുടെ ആകൃതിയോട് വളരെയധികം സാദൃശ്യവുമുണ്ട്. പച്ച നിറത്തിലുള്ള ആഫ്രിക്കൻ മല്ലിയുടെ ഫലത്തിന് ഗോളാകൃതിയാണ്. ഇതിൽ അനേകം വിത്തുകളും അടങ്ങിയിരിക്കും. ഇതിൻ്റെ വേര് തായ്വേര് പടലമായാണ് കാണപ്പെടുന്നത്. ഈ വേരും ഇലയുമാണ് ഈ സസ്യത്തിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. എരിഞ്ചിനാലാണ് ഈ സസ്യത്തിലെ പ്രധാന രാസഘടകം. കൂടാതെ ലിനാൾ, ഡെക്കനാൽ തുടങ്ങിയവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു. രുചിയെ ഉണ്ടാക്കുന്നതിൽ ഈ സസ്യം പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ ആസ്മ, തലവേദന, കൃമി, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം ഇതിലെല്ലാം ഈ സസ്യം ഉപയോഗിച്ചു വരുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഇന്ന് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ മല്ലിയുടെ ഔഷധീയ ഉപയോഗങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ആഫ്രിക്കൻ മല്ലി അത് ഒറിജിൻ അവിടെ നിന്ന് ആഫ്രിക്ക എന്നാണ്, അതുകൊണ്ടാണ് ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ള മല്ലിയുടെ ഏകദേശമൊക്കെ ഗുണമുണ്ട്, കുറച്ച് വേണമെങ്കിൽ കൂടുതലുണ്ടെന്ന് പറയാം. ഇത് പറഞ്ഞ പോലെ ഈ ദഹനത്തിന് വളരെ സഹായം, ഗ്യാസ് ട്രബിൾ ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ കഷായം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് തന്നെ ഇടിച്ച് ചാച്ചൊരു ഉപ്പ് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ട്രബിളിന് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ വിശപ്പുണ്ടാവും. പിന്നെ ഇതിൻ്റെ കഷായം വെച്ചിട്ട് തേൻ ചേർത്തിട്ട് കൊടുത്താൽ കൃമിക്ക് വളരെ നല്ലതാണ്, കൃമിനാശനം എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം ഈ വ്രണം, പഴുത്ത് ഉണങ്ങാത്ത വ്രണത്തിന് ഇതിൻ്റെ ഇല അരച്ച് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ വ്രണം പെട്ടെന്ന് ഉണങ്ങും. അല്ലെങ്കിൽ ഇതിൻ്റെ ഇല ഇട്ടിട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണ ഈ കുട്ടികൾക്കൊക്കെ മേലെ തേച്ച് കഴിഞ്ഞാൽ ഈ മുറികളുണ്ടാവുന്നു, ഈ കരപ്പുണ്ടാവുന്നതിനൊക്കെ വളരെ നല്ലതാണ്.